വാട്സപ്പിൽ ഏറ്റവും പുതിയൊരു ഫീച്ചർ എത്തിയിട്ടുണ്ട്. വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലാണ് ഈ ഒരു ഫീച്ചർ വന്നിരിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഫീച്ചർ എന്താണെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമ്മളെല്ലാവരും വാട്സപ്പിൽ വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാറുണ്ട്. കോൺടാക്റ്റ് സേവ് ചെയ്യാത്ത വ്യക്തികൾക്ക് നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പിന്നീട് എപ്പോഴെങ്കിലും വായിച്ച് നോക്കാമെന്ന് കരുതി നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോയി പിന്നീട് നമ്മൾ മറന്നുപോയ മെസ്സേജുകൾ ഉണ്ടാകും. അതെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താനുള്ളൊരു സൗകര്യം വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു സൗകര്യം സാധാരണ നമ്മൾ നോർമൽ വാട്സപ്പിലെ ഫീച്ചേഴ്സുകളാണ് ഇതിനകത്ത് പരിചയപ്പെടുത്താറുള്ളതെങ്കിൽ ഇത്തവണ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഈ ഫീച്ചർ വന്നിരിക്കുന്നത്. നമുക്കറിയാൻ സാധിക്കും കൂടുതൽ ആളുകളും ഇപ്പോൾ സെക്കൻഡ് വാട്സപ്പിന് വേണ്ടി വാട്സപ്പ് ബിസിനസ് ഉപയോഗിക്കുന്ന ആളുകളാണ്. വാട്സപ്പ് ബിസിനസ് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല വാട്സപ്പിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടാണ് വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടും. സാധാരണയായിട്ടത് ബിസിനസ് അക്കൗണ്ടാണ്. ബിസിനസ് ആവശ്യാർത്ഥം ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ഒരു വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് സാധാരണ നോർമൽ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. കാരണം നോർമൽ വാട്സപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചധികം ഫീച്ചേഴ്സുകൾ അതിനകത്തുണ്ട്. ആ ഫീച്ചേഴ്സുകളൊക്കെ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ വാട്സപ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന ഫീച്ചർ വാട്സപ്പ് ബിസിനസ്സിലാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആ ഫീച്ചർ പരിശോധിക്കുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ ചാനലിലൂടെയാണ് നമ്മൾ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ടെക്നോളജി അറിവുകളൊക്കെ നമ്മുടെ മെയിൻ ചാനലായ ലൈവ് ടിപ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു ഫീച്ചർ എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ബിസിനസ് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഫീച്ചർ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നമുക്ക് സെർച്ച് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നേരത്തെ നമുക്ക് കാണാൻ സാധിക്കും ഫോട്ടോസ്, വീഡിയോസ്, ലിങ്ക്, ജിഫ്, ഓഡിയോ, ഡോക്യുമെൻ്റ് എന്നുള്ള കുറച്ച് ഓപ്ഷൻസുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഏറ്റവും അവസാന ഭാഗത്ത് ഒരു 3 ഓപ്ഷൻ കൂടി വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ 3 ഓപ്ഷൻ കോൺടാക്റ്റ്, നോൺ കോൺടാക്ട്സ്, അൺറീഡ് ഇങ്ങനെ 3 ഓപ്ഷനാണുള്ളത്. ഈ ഫീച്ചേഴ്സുകൾ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. ഈ കോൺടാക്റ്റ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മുടെ കോൺടാക്റ്റിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇവരുടെ മെസ്സേജുകളും ഇവരുമായി ചാറ്റ് ചെയ്യാനും ഇപ്പോൾ പല സുഹൃത്തുക്കളും വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോൺടാക്റ്റ് സേവ് ചെയ്യാത്ത വ്യക്തികളുമായി ചാറ്റ് ചെയ്തതുണ്ടാകും, കോൺടാക്റ്റ് സേവ് ചെയ്ത വ്യക്തികളുണ്ടാകും. അത്തരത്തിൽ ഒരുപാട് വ്യക്തികളുമായി ചാറ്റ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ വാട്സപ്പിൽ. എന്നാൽ നമ്മൾ ഈ വാട്സപ്പിൽ ഈ കോൺടാക്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്റ്റിൽ സേവ് ചെയ്തിരിക്കുന്ന വ്യക്തികളെ പ്രത്യേകമായിട്ട് കാണാനും അവരുമായിട്ട് ചാറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്. ഇതാണ് കോൺടാക്റ്റ്. വളരെ യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് ഒരുപാട് പേരിൽ നിന്ന് കോൺടാക്റ്റിലുള്ള ആളുകളെ തിരഞ്ഞുപിടിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ രണ്ടാമത്തെ അതിനേക്കാളും മികച്ചൊരു ഫീച്ചറാണ് നോൺ കോൺടാക്റ്റ്. അതായത് നമ്മുടെ കോൺടാക്റ്റിൽ സേവ് ചെയ്യാത്ത വ്യക്തികളുമായി നമ്മൾ ഇതുവരെ ചാറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളെ മൊത്തത്തിൽ കാണാൻ സാധിക്കും. എൻ്റെ മൊബൈൽ ഫോണിൽ ഞാൻ ഇതുവരെ കോൺടാക്റ്റ് സേവ് ചെയ്യാതെ ചാറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളെല്ലാം കാണാം. നമുക്ക് പലപ്പോഴും നമ്മൾ കോൺടാക്റ്റ് സേവ് ചെയ്തിട്ടുണ്ടാകില്ല, പക്ഷേ അദ്ദേഹത്തോടും നമ്മൾ ചാറ്റ് ചെയ്തിട്ടുണ്ടാകും. പിന്നീട് ആ വ്യക്തിയുടെ കോൺടാക്റ്റ് നമ്പർ എത്രയാണ് ഒന്നും നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കില്ല. എന്നാൽ ഈ നോൺ കോൺടാക്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്റ്റ് സേവ് ചെയ്യാത്ത വ്യക്തികളെ പൂർണ്ണമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുകയും ഇതിനകത്ത് നിന്ന് ആ വ്യക്തിയെ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. അതാണ് രണ്ടാമത്തെ ഈ നോൺ കോൺടാക്റ്റ് എന്നുള്ള ഫീച്ചർ. മൂന്നാമത്തെ ഫീച്ചറും അതുപോലെ തന്നെ വളരെ മികച്ചൊരു ഫീച്ചറാണ് അൺറീഡ് എന്നുള്ള ഓപ്ഷൻ. ഇത് പലപ്പോഴും നമ്മൾ പല വ്യക്തികളുടെയും മെസ്സേജ് നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും വായിച്ച് നോക്കാമെന്ന് കരുതി ഓപ്പൺ ചെയ്യാറില്ല. എന്നാൽ പിന്നെ നമുക്കത് തിരക്കിനിടയിൽ ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമ്മൾ മറന്നു പോയിട്ടുണ്ടാകും. ആ ഒരു മെസ്സേജ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടാകില്ല. പിന്നീട് ഏതെങ്കിലും സമയത്ത് ആ വ്യക്തി നമ്മോട് പറയും, ഞാൻ അയച്ച മെസ്സേജ് ഇത്രയും കാലമായിട്ട് നീ നോക്കിയില്ലെന്ന് പറയുമ്പോൾ നമുക്കിതാ ഈ അൺറീഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ മെസ്സേജ് വായിച്ച് നോക്കാത്ത മെസ്സേജുകളൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഏതെല്ലാം വ്യക്തികൾ ഏതെല്ലാം സമയങ്ങളിൽ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടോ ആ വ്യക്തിയുടെ മെസ്സേജെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ആ വ്യക്തി ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ വ്യക്തിയുമായിട്ട് നമുക്ക് ആ വ്യക്തിയുടെ മെസ്സേജ് കാണാനും അദ്ദേഹത്തിന് അത് വായിച്ച് അതല്ലെങ്കിൽ കേട്ട് റീപ്ലൈ കൊടുക്കാനും സാധിക്കുന്നതാണ്. ഇതാണ് വാട്സപ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന വാട്സപ്പ് ബിസിനസ്സിൽ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും മികച്ച ഫീച്ചർ. ഇത് നോർമൽ വാട്സപ്പിലേക്ക് എത്തിയിട്ടില്ല. വെറും അപ്ഡേറ്റിൽ തന്നെ നോർമൽ വാട്സപ്പിൽ ഈ ഫീച്ചർ കൊണ്ടുവരും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ ഫീച്ചർ എത്തിയിരിക്കുന്ന വാട്സപ്പ് ബിസിനസ്സിൽ അക്കൗണ്ടിലാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള അപ്ഡേറ്റ് ആണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുള്ള സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള
വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.